വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അവലോസ് പൊടിയാണ്. അതും റവ വെച്ചിട്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. അപ്പം ഈ ഗ്ലാസ്സിലാണ് ഞാൻ എല്ലാം അളന്നെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഗ്ലാസ്സിൽ ഞാൻ 1/2 ഗ്ലാസ് പഞ്ചസാര. അപ്പം നിങ്ങൾ ഏത് അളവിനാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് പ്രപ്പോർഷനേറ്റ് ചെയ്തോളൂ. അപ്പം ഇതിനകത്ത് 1/2 ഗ്ലാസ് പഞ്ചസാര, ഇതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് റവ, ഇതേ ഗ്ലാസ്സിൽ 1/2 മുതൽ 1/4 ഗ്ലാസ് വരെ ചെറുകിയ തേങ്ങ. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള തേങ്ങയുടെ അളവെന്ന് പറഞ്ഞാൽ 1/2 ഗ്ലാസ്സിനേക്കാൾ ഒരു ഇച്ചിരിയും കൂടെ കൂടുതലുള്ളൂ. 1/4 ഗ്ലാസ് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് 3 ഏലക്കായാണ് വേണ്ടത്, പിന്നെ നെയ്യ്. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതുമാത്രമല്ല വളരെ രുചികരമാണ്. നാവിലിട്ടാൽ അലുത്തു പോകുന്ന രീതിയിലുള്ള ഒരു അവലോസ് പൊടിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഞാൻ ദേ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ നെയ്യൊന്നും ആദ്യം ചേർക്കുന്നില്ല. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ തേങ്ങ ഇടുന്നു. ഓക്കെ, തേങ്ങയുടെ ഒപ്പം തന്നെ പഞ്ചസാര ഇടുന്നു. ഇത് ഇളക്കുന്നു കേട്ടോ. ഇതിനിപ്പോൾ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റണം. അപ്പോൾ ഞാൻ തീ ഇട്ടിരിക്കുന്നത് മീഡിയത്തിലാണ്. മീഡിയം ടെമ്പറേച്ചറിൽ ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്കപ്പോൾ ഇളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി. ഈ ടൈമിൽ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന റവയും ഏലക്കായും കൂടെ ചേർക്കാം. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് ഇളക്കി ഇതുമാതിരി തന്നെ നന്നായിട്ട് ഇളക്കി ഡ്രൈ ആയിട്ട് എടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മുടെ റവയുടെയും കളർ ഏകദേശം മാറി തുടങ്ങി. ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് വന്ന് ഒരു പാകമായി തുടങ്ങി, ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് ആയി. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ മാത്രം നെയ്യ്, ഇത് ഒരു ഇച്ചിരി ഫ്ലേവറിങ്ങിന് മാത്രമാണ് കേട്ടോ. നമ്മൾ അധികം നെയ്യിട്ടത് വറക്കൊന്നുമല്ല, ഒരു മണത്തിന് വേണ്ടി മാത്രം. പിന്നെ നമ്മുടെ ഏലക്കായ ഉണ്ട്, നല്ലൊരു മണമാണ്. ആ പഞ്ചസാര കാരമലൈസ് ചെയ്ത് നമ്മുടെ തേങ്ങയിൽ പിടിച്ചിട്ടും അതുമാതിരി തന്നെ അത് ഒക്കെ കൂടി നമ്മുടെ ആ ഒരു റവയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകം ഉണ്ടല്ലോ, ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കുക. അപ്പോൾ ടെമ്പറേച്ചർ ശ്രദ്ധിക്കുക. ഇത് ചെയ്യുമ്പോൾ മീഡിയത്തിൽ മാത്രം ഇടുക, ഫ്ലെയിം ഹൈയിലിട്ട് ചെയ്യരുത്, കരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ആവാറായിട്ടുണ്ട്. ഒരു 1 മിനിറ്റും കൂടെ നമുക്കിത് വഴറ്റാം, അതിനുശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം നമുക്ക് ഇത് തണുക്കാൻ വെക്കണം. എന്നിട്ട് നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്, എന്നിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ ഇത് റെഡിയായി, തണുക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം പൊടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അവലോസ് പൊടി ഇതേ പൊടിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ, ഗോൾഡൻ ബ്രൗൺ കളറിലാണ് ഈ ഒരു പൊടി ഇരിക്കുക. ഇങ്ങനെ എന്താ പറയാന്നറിയില്ല. ഇത് കണ്ടോ, ഇത്രയും പൗഡറായിട്ട് നമ്മൾ ഫൈൻ പൗഡറായിട്ട് പൊടിക്കണം. അപ്പോൾ അതിൻ്റെ ആ പാകം ഞാൻ വരട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പം അത്രയും ചെയ്യണം, എന്നാലേ ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ തന്നെ ഒരു വൈറ്റ് വേർഷൻ ഓഫ് അവലോസ് പൊടി ഉണ്ട്, അത് ഞാൻ വേറൊരു എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി അല്ലേ, നല്ല രുചിയാണ്, നല്ല ഏലക്കായുടെ ഒക്കെ ഒരു മണമായിട്ട്. അപ്പം അതുമാതിരി തന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരു അത്യാവശ്യം മധുരമുണ്ട്, നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടരുത്. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു മത്ത് പിടിക്കുന്നൊരു പാകമാവും. പിന്നെ ഒത്തിരി മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് അളവ് കൂട്ടിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് സ്വാദിഷ്ടമായ റവ കൊണ്ട് തയ്യാറാക്കിയ അവലോസ് പൊടി. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. Thank you. Bye.